മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സർവൈവർഷിപ്പ് കർവ്. അപ്പോൾ ഒരു പോപ്പുലേഷൻ്റെ സൈസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി, ഒരു പോപ്പുലേഷൻ്റെ സൈസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സയൻറ്റിസ്റ്റുകൾ ഒരുപാട് തരത്തിലുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ളൊരു ടൂളായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഈ സർവൈവർഷിപ്പ് കർവ് എന്ന് പറയാം. സർവൈവർഷിപ്പ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അതായത് ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പോപ്പുലേഷൻ ദാറ്റ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു സർവൈവ് അറ്റ് എ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ്. അതായത് ഓരോ സ്പെസിഫിക് ഏജ് ഗ്രൂപ്പിൽ ഒരു പോപ്പുലേഷനിലുള്ള ആൾക്കാരുടെ ആ എണ്ണം സർവൈവ് ചെയ്ത ആൾക്കാരുടെ ആ എണ്ണം ഡിറ്റർമൈൻ ചെയ്തിട്ട് അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആക്കുന്നതിനെയാണ് ഈ സർവൈവർഷിപ്പ് കർവ് എന്ന് പറയാം. ഒരു പോപ്പുലേഷനിൽ ഒരു പ്രത്യേക ടൈം പീരീഡിൽ ഉണ്ടാവുന്ന ആ ഒരു ജനറേഷനിൽ ആ ഒരു ടൈം ഗ്യാപ്പിൽ ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടാവുന്ന ആൾക്കാരുടെ എണ്ണം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ ഒരിക്കലും അടുത്തൊരു ഏജ് കൺസിഡർ ചെയ്യുമ്പോൾ അത്രയും ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടാവണം എന്നില്ല. അതിൽ കുറേ പേര് മരിച്ചു പോയിട്ടുണ്ടാവാം. അങ്ങനെ ഓരോ ഏജ് ഗ്രൂപ്പ് എത്തുമ്പോൾ അതിൽ എത്ര ആൾക്കാർ സർവൈവ് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്പെസിഫിക് ഏജിൽ എത്ര ആൾക്കാർ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്കൊരു കർവ് രൂപത്തിൽ അത് കിട്ടും. മാത്രമല്ല ഒരു പ്രത്യേക ഏജ് എത്തിക്കഴിഞ്ഞാൽ അതിൽ ആൾക്കാർ ആരും സർവൈവ് ചെയ്യാത്തൊരു കണ്ടീഷൻ വരും. അപ്പോൾ ഇതിനൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വെച്ച് നോക്കുമ്പോൾ അതിനെയാണ് നമ്മൾ സർവൈവർഷിപ്പ് കർവ് എന്ന് പറയുക. അപ്പോൾ മെയിനായിട്ട് ഈ എക്കോസിസ്റ്റത്തിലെ എല്ലാ ഓർഗാനിസത്തിനെയും കൺസിഡർ ചെയ്യുമ്പോൾ ഓരോ ഓർഗാനിസത്തിൻ്റെ കേസിലും ഈ സർവൈവർഷിപ്പ് കർവ് ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും. ആ ഒരു കർവ് വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്പിലായിരിക്കും. പക്ഷെ മേജറായിട്ട് നമുക്കിതിനൊരു ജനറലായിട്ടൊരു മൂന്ന് രീതിയിൽ നമുക്കിതിനെ പറയാം. അതാണ് നമ്മൾ ടൈപ്പ് 1 സർവൈവർഷിപ്പ് കർവ്, ടൈപ്പ് 2, ടൈപ്പ് 3 അങ്ങനെ 3 ടൈപ്പിൽ നമുക്ക് പറയാം. ഇതിൽ ടൈപ്പ് 1 സർവൈവർഷിപ്പ് കർവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻ ബീയിങ്സും അതുപോലെ ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള മാമൽസും മറ്റും ഉൾപ്പെടുന്നത് ഈ ടൈപ്പ് 1 സർവൈവർഷിപ്പ് കർവിലാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ സെലക്റ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും ഈ ഗ്രൂപ്പിൽ വരിക. അപ്പോൾ ഈ സെലക്റ്റഡും സെലക്റ്റഡും അങ്ങനെ 2 ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. എക്കോസിസ്റ്റത്തിൽ അങ്ങനെ 2 ടൈപ്പിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. അതിൽ സെലക്റ്റഡ് ആണ് ഈ ലാർജ് മാമൽസും ഹ്യൂമൻ ബീയിങ്സും നമ്മളൊക്കെ വരുന്നത് സെലക്റ്റഡിലാണ്. സെലക്റ്റഡ് പറയുമ്പോൾ കൂടുതൽ കെയറിങ് വരുന്നത്, അതായത് ഇപ്പം നമ്മൾ കേസിൻ്റെ എടുത്താൽ ചെറിയ യങ് വൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ജുവനൈൽ ഫേസിൽ കുട്ടികൾ മരിച്ചു പോകാനുള്ള ചാൻസ് ഇപ്പോൾ വളരെ കുറവാണ്. കാരണം കൂടുതൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആയാലും അങ്ങനെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഉണ്ടായ ആ ഒരു വളർച്ച കൊണ്ട് തന്നെ ജുവനൈൽ സ്റ്റേജിൽ ഉണ്ടാവുന്ന മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓൾഡ് ഏജിലേക്ക് എത്തുന്തോറുമാണ് നമുക്ക് ആ മരിക്കാനുള്ള ആ ഒരു ചാൻസ് കൂടുതൽ, പ്രോബബിലിറ്റി കൂടുതൽ, ആ റേറ്റ് കൂടുതലെന്ന് പറയാം. ഇതിപ്പോൾ നമ്മളെ കേസ് ഇതുപോലെ തന്നെയാണ് ലാർജ് മാമൽസിൻ്റെ കേസിലും വരുന്നത്. അതായത് ജുവനൈൽ സ്റ്റേജിൽ അവർ മരിക്കുന്നതിനുള്ള ആ ഒരു പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും മറ്റുള്ള അതിൻ്റെ ഓൾഡ് ഏജിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഓൾഡ് ഏജിൽ കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്നു എന്നുള്ളൊരു അവസ്ഥ വരും. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഈ ഗ്രൂപ്പിൽ വരുന്നത് ടൈപ്പ് 1 സർവൈവർഷിപ്പ് വരുന്ന ഈ കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിസത്തിന് ഈ യങ് വൺസ് ഉണ്ടാവുന്ന എണ്ണം വളരെ കുറവായിരിക്കും. ഫ്യൂവർ നമ്പർ ഓഫ് യങ് വൺസ് ആയിരിക്കും. അതേപോലെ തന്നെ ആ യങ് വൺസിന് കെയറിങ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ മരിച്ചു പോകാത്തത്. അപ്പോൾ കെയറിങ് കൂടുതൽ കിട്ടും. നമ്പർ കുറവായിരിക്കും, കെയറിങ് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഓൾഡിലേക്ക് എത്തുമ്പോൾ ആണ് അവർ മരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഈ കർവ് എങ്ങനെ വരാം? ഒരു കോൺവെക്സ് എന്നുള്ള രൂപത്തിലായിരിക്കും നമുക്ക് ഈ കർവ് കിട്ടുന്നത്. അതായത് ഓൾഡിലേക്ക് എത്തുമ്പോഴാണ് അത് സ്റ്റീപ്പായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ടൈപ്പ് 1 സർവൈവർഷിപ്പ് കർവ് എന്ന് പറയുന്നത് ജുവനൈൽ ഫേസിൽ ലോ മോർട്ടാലിറ്റി കാണിക്കുന്നതും ഓൾഡിലേക്ക് എത്തുന്തോറും ആ മോർട്ടാലിറ്റി റേറ്റ് കൂടുതലാണെന്നുള്ള രീതിയിൽ ആ കർവ് കുറച്ചുകൂടി സ്റ്റീപ്പായിട്ട് വരുന്നൊരു കർവായിരിക്കും കിട്ടുക. അപ്പോൾ സ്ലോപ്പിന് അതിനണക്കായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. ഇനി നമുക്ക് ടൈപ്പ് 2 സർവൈവർഷിപ്പ് കർവ് നോക്കാം. ടൈപ്പ് 2 സർവൈവർഷിപ്പ് കർവ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കർവായിരിക്കും. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതായിരിക്കും ഈ ടൈപ്പ് 2 സർവൈവർഷിപ്പ് കർവ് എന്ന് പറയാൻ. അതായത് ഇത്തരത്തിലുള്ള ആൾക്കാരിൽ ഈ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസത്തിൽ മോർട്ടാലിറ്റി റേറ്റ് എല്ലാ ഏജ് ടൈമിലും മോർട്ടാലിറ്റി റേറ്റ് സെയിം തന്നെ ആയിരിക്കും. പ്രോബബിലിറ്റി മരിക്കാനുള്ള ആ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഏതൊരു സ്റ്റേജിലും സെയിം തന്നെ ആയിരിക്കും. അതായത് ഇപ്പോൾ പറയുമ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ഓർഗാനിസംസ് ഒരുപാട് യങ് വൺസിന് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവർ അത്രയും കെയറിങ് കൊടുക്കുന്നില്ല. അത്രയും കെയറിങ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ജുവനൈൽ ഫേസിൽ തന്നെ മോർട്ടാലിറ്റി കൂടുതലായിരിക്കും. അതുപോലെ ഓൾഡ് ഏജിലേക്ക് എത്തുമ്പോഴും മോർട്ടാലിറ്റി ആ ഒരു ചാൻസ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മൾ ഈ ടൈപ്പ് 2 സർവൈവർഷിപ്പിൽ വരാം. എക്സാമ്പിളായിട്ട് പറയുമ്പോൾ ഇപ്പോൾ ലിസാർഡ്, ബേർഡ്സ്, റോഡൻസ് അങ്ങനെയൊക്കെ ഉള്ളത് ഈ ടൈപ്പ് 2 സർവൈവർഷിപ്പിലാണ് എക്സാമ്പിളായിട്ട് വരിക. അപ്പോൾ ഗ്രാഫ് നമ്മൾ നോക്കുമ്പോൾ ഒരു ഡയഗണൽ ആയിട്ടുള്ളൊരു ലൈൻ അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. ഇനി ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവിൽ വരുന്ന ആൾക്കാരാണ് ഇൻസെക്ട്സ്. അങ്ങനെ സ്മോൾ ബോഡി സൈസ് വരുന്ന ആൾക്കാരാണ് ഈ ടൈപ്പ് 3 സർവൈവർഷിപ്പ് ഗ്രൂപ്പിൽ വരുന്നത്. ഇവരെന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ ഇൻസെക്റ്റും അതുപോലെയുള്ള ആൾക്കാർ, ഇൻസെക്റ്റ്, ഷെൽ ഫിഷ് പോലെയുള്ള ആൾക്കാർ നമുക്കറിയാം ഒരുപാട് യങ് മൺസിനെ ഉണ്ടാക്കും, ഒരുപാട് മുട്ടയിട്ട് വിരിഞ്ഞ് ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ അവർ അത്രയും കെയറിങ് കൊടുക്കുന്നില്ല. കെയറിങ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ജുവനൈൽ ഫേസിൽ ആ ഒരുപാട് ഉണ്ടാവുന്നുണ്ടെങ്കിലും അതിൽ മിക്കവാറും ആൾക്കാർ മരിച്ചു പോകും. എന്നിട്ട് അടുത്തൊരു ഏജിലേക്ക് എത്തുമ്പോൾ തന്നെ ആ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കുറേ എണ്ണം മരിച്ചു പോകും. പിന്നെ ആ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ, ഒരു മെച്യൂരിറ്റി എന്നില്ല, ആ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന മോർട്ടാലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 3 എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് വരും. അതായത് ടൈപ്പ് 1ൽ നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ബീങ്സ് എല്ലാം വരുന്നത് ജുവനൈൽ ഫേസിൽ മോർട്ടാലിറ്റി കുറവായിരിക്കും. പക്ഷേ ടൈപ്പ് 3ൽ നേരെ ഓപ്പോസിറ്റ്, ജുവനൈൽ ഫേസിൽ മോർട്ടാലിറ്റി കൂടുതലാണ്. അത് ഏജ് കൂടുന്തോറുമാണ് ആ മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് കുറയും. അതായത് ആ ലൈൻ എന്ന് പറയുന്നത്, അതായത് അപ്പോൾ ടൈപ്പ് 3 സർവൈവർഷിപ്പ് കർവ് എന്ന് പറയുന്നത് ഒരു കോൺകേവ് കർവായിട്ടായിരിക്കും ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുക. സ്ലോപ്പ് ചേഞ്ച് വരുന്ന സ്ലോപ്പായിരിക്കും. അതുപോലെ അത് കോൺകേവ് രീതിയിലായിരിക്കും ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ട് വരിക. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എ കർവ് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഒരു പോപ്പുലേഷനിൽ ഓരോ ഡിഫറെൻറ്റ് ഏജിൽ ഒരു സ്പെസിഫിക് ഏജിൽ എങ്ങനെയാണ് എത്രത്തോളം ഓർഗാനിസംസ് അതിൽ സർവൈവ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കിയിട്ട് അതൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നതിനെയാണ് സർവൈവർഷിപ്പ് കർവ് എന്ന് പറയുന്നത്. ഈ സർവൈവർഷിപ്പ് കർവ് എന്ന് പറയുന്നത് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പോപ്പുലേഷൻ സൈസ് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ജനറലായിട്ട് 3 കർവാണുള്ളത്: ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1ലാണ് ഹ്യൂമണും ലാർജ് ആനിമൽസും മാമൽസൊക്കെ വരുന്നത്. പിന്നെ ഇതിൽ സെലക്റ്റഡ് സ്പീഷീസ് ആയിരിക്കും വരിക. ഇനി അതുപോലെ കോൺവെക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത്. ഗ്രാഫിൻ്റെ കർവ് കോൺവെക്സ് ആയിരിക്കും. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്ന ടൈപ്പ് 2 സർവൈവർഷിപ്പ് കർവ്. ഇതിൽ വരുന്നതാണ് ബേർഡ്സും ലിസാർഡ്സ്, റോഡൻസ് പോലെയുള്ള ആൾക്കാർ. ഇനി മൂന്നാമത്തെ ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇൻസെക്ട്സും ഷെൽഫിഷൊക്കെ വരുന്നതാണ്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജുവനൈൽ ഫേസിൽ മോർട്ടാലിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊരു കോൺകേവ് കർവായിരിക്കും കിട്ടുന്നത്. താങ്ക് യു.